Hi guys, this is JP. Welcome to JP Sculpt and Snap. ഓക്കെ, സോ പുതിയ വർക്ക് വെറും 3 ദിവസം കൊണ്ട് തീർത്തൊരു വർക്കാണത്. കാരണം 2 ആഴ്ചയായിട്ട് ഞാൻ വേറൊരു വർക്കിൻ്റെ പുറകിലായിരുന്നു. കുറേ നാൾക്ക് ശേഷം ഞാൻ ലെറ്ററിങ് അല്ലെങ്കിൽ നെയിമിങ്സ് വേർഡ്സ് നമ്മുടെ കൂട്ടുകാരന് വേണ്ടി ചെയ്ത് ഒരു വർക്കിൻ്റെ പുറത്തായിരുന്നത്. അതൊരു കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തത് കുറച്ച് സമയമെടുത്തു. അങ്ങനെ 2 ആഴ്ചത്തെ ആ ഗ്യാപ്പിൻ്റെ ഒരു കുറ്റബോധം കാരണം പുതിയ വർക്ക് തുടങ്ങുകയും അത് ഭാഗ്യത്തിൽ വലിയ സ്റ്റക്കൊന്നും ഇല്ല. സാധാരണ ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റക്കാകാറില്ല. അങ്ങനെ സ്റ്റക്കൊന്നും ഉണ്ടായില്ല. ആ ഡേ അത് തീർന്നു. 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് പരിപാടി കഴിഞ്ഞു. നിങ്ങൾ കവറിൽ കണ്ട പോലെ ഡോക്ടർ ഡൂം. ആക്ച്വലി പുള്ളിക്കാരൻ എൻ്റെ ഒരു ഫേവറേറ്റ് മാർവൽ കോമിക് ക്യാരക്ടറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആക്ടറാണ്. ഇനി അത് പോർട്രേ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫാൻറ്റാസ്റ്റിക് ഫോറിനകത്ത് ആ പടം ഞാൻ കണ്ടില്ല, ഇപ്പോൾ കാണാൻ പറ്റാത്തൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് പുള്ളി ക്യാമിയോ ആയിട്ട് ലാസ്റ്റ് ടൈലൻഡിൽ വന്നിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം ഐ ആം സോ എക്സൈറ്റഡ്. കാരണം ഡോക്ടർ ഡൂം എന്ന ക്യാരക്ടർ ആൾ ചില്ലറക്കാരനല്ല. ഇതിനു മുമ്പുള്ള പാസ്റ്റ് മൂവീസിലെല്ലാം പുള്ളിനെ പോർട്രേ ഇരിക്കുന്നത് പുള്ളിയുടെ ഒരു ഗ്ലിംസ് മാത്രമുള്ളെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓൾറെഡി മാർവൽ ആഫ്റ്റർ താനോസ് അടുത്ത മെയിൻ വില്ലനായിട്ട് ഡോക്ടർ ഡൂമിനെ കൊണ്ടുവരണമെങ്കിൽ വേറെ സെലസ്റ്റിയൽ ബീയിങ്സ് അടക്കമുള്ള ഒരു മാർവൽ കോമിക്സിൽ ഡോക്ടർ ഡൂമിനെ അത്രയും ഹെവി വില്ലനായിട്ട് കൊണ്ടുവരണമെങ്കിൽ ചുമ്മാ കൊണ്ടുവരത്തില്ലല്ലോ. കാരണം പുള്ളിയുടെ പവർ എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റ് മൂവീസിൽ കണ്ടുവന്നില്ല, ജസ്റ്റ് എനർജി ഷീൽഡ് അല്ലെങ്കിൽ എനർജീനെ കൺട്രോൾ ചെയ്ത ഷീൽഡ്, ആ ഒരു സെറ്റപ്പ് മാത്രമല്ല. പുള്ളി നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിന് അല്ലെങ്കിൽ അത്രത്തോളം തന്നെ പവർഫുള്ളായിട്ടൊരു സോസറർ കൂടിയാണ്. പിന്നെ പുള്ളിയുടെ അമ്മ ഒരു വിച്ചായിരുന്നു. അത് കൂടാതെ പുള്ളിയുടെ പവറിൻ്റെ ഒരു ചെറിയ ഇത് പറയുകയാണെങ്കിൽ പുള്ളി ഒരു പാരലൽ അല്ലെങ്കിൽ അൾട്ടർ യൂണിവേഴ്സിൽ പോയി അവിടുത്തെ ഡോക്ടർ ഡൂമുമായിട്ട് സംസാരിച്ച് പുള്ളിയുടെ ഈഗോ ഹേർട്ടായതിൻ്റെ പേരിൽ ആ യൂണിവേഴ്സ് തന്നെ നശിപ്പിച്ച് കളഞ്ഞ മനുഷ്യനാണ്. സോ ഒരു യൂണിവേഴ്സ് തന്നെ നശിപ്പിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള വില്ലനാണ്. അപ്പോൾ അങ്ങനെ ഒരു മാരക വില്ലൻ വേഷത്തിലേക്ക് ഡൗൺ ഈസ് ബാക്ക് ടു MCU. മാൻ, ഐ ആം സോ എക്സൈറ്റഡ്. കാരണം പുള്ളി ഇതുപോലൊരു കൊടൂര വില്ലൻ ചെയ്യുമ്പോൾ നമ്മുടെ വിക്രം മൂവിക്കകത്ത് ലാസ്റ്റ് സൂര്യ വന്ന് റോളക്സ് ആയിട്ട് തകർത്തപ്പിട്ടൊരു ഹൈ ഉണ്ടല്ലോ, അത് ഗ്യാരണ്ടീഡാണ്. സോ ഡൂംസ്ഡേക്കൊക്കെ എനിക്ക് നല്ല പ്രതീക്ഷയാണ്, കട്ട വെയിറ്റ്. സോ ഇതാണ് ഫൈനൽ വർക്ക്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ട് കോമെൻറ്റ്സിൽ രേഖപ്പെടുത്തുക. ഏതെങ്കിലും ഇനിയൊരു മാർവൽ ക്യാരക്ടറോ അല്ലെങ്കിൽ മാർവലോട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതുപോലെ ചെയ്യാൻ ആർക്കെങ്കിലും ഒരു സജഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് comment below. So thank you for watching my video. Bye.